സംസ്ഥാനത്ത് രണ്ടാം ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനം. 1970 ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ ഭൂമി സംബന്ധമായ നിയമങ്ങളെല്ലാം കാലോചിതമായി പരിഷ്കരിക്കുകയാണ് ലക്ഷ്യം. തോട്ടം മേഖലയിലും നിയമപരിഷ്കരണം ആവശ്യമാണെന്ന തീരുമാനത്തിലാണ് സർക്കാർ. വിദഗ്ധ സമിതിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി ലഭിച്ചാൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്ന നിയമ ഭേദഗതി വരുത്തും. ഒക്ടോബറിലാണ് സഭാ സമ്മേളനം ആലോചിക്കുന്നത്. നിക്ഷേപകരെ സഹായിക്കാനായി വിവിധ വകുപ്പുകളിലെ 22 നിയമങ്ങളിൽ 2 മാസത്തിനകം ഭേദഗതി വരുത്തുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഭേദഗതികളും പ്രത്യേക സഭാ സമ്മേളനത്തിലുണ്ടായേക്കും. ആദ്യ സർക്കാരിന്റെ കാലത്തെ കാർഷിക ബില്ലിന്റെ തുടർച്ചയാണ് 1961 പട്ടം താണുവിള സർക്കാർ കാർഷിക ഭൂബന്ധ നിയമവും 1963 ആർശങ്ക സർക്കാർ ഭൂപരിഷ്കരണ നിയമവും കൊണ്ടുവന്നത്. 2 സർക്കാരിന്റെ കാലത്ത് ഭേദഗതി വരുത്തിയ നിയമം 1970 അച്യുതമേനോൻ സർക്കാരാണ് നടപ്പാക്കിയത്. എന്നാൽ ഈ നിയമം പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വർഗത്തിന് കാര്യമായ പ്രയോജനം ചെയ്തില്ലെന്ന വിമർശനം കോൺഗ്രസിനുണ്ട്. പുതിയ കാലത്ത് വ്യവസായ നിക്ഷേപത്തിന്റെ ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങളും നിയമത്തിന്റെ ഭാഗമായി അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനു പുറമെ തോട്ടം മേഖലയിലെ നിയമപരിഷ്കരണം ആവശ്യമാണെന്ന തീരുമാനത്തിലാണ് സർക്കാർ. തോട്ടങ്ങളിൽ നിശ്ചിത ഭൂമിയിൽ വൈദ്യുതിവൽക്കരണവും ടൂറിസം പ്രവർത്തനവും അടുത്ത കാലത്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ ഏറെയാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വന്തമാക്കുന്നതിനുള്ള പരിമിതി, നിയമപരമായ അവ്യക്തത എന്നിവ കേരളത്തിലെ വ്യവസായ ടൂറിസം പശ്ചാത്തല സൗകര്യം എന്നിവയെ ബാധിക്കുന്ന വിലയിരുത്തലും സർക്കാരിനുണ്ട്. ഇടുക്കി വിഷൻ, കുമളി.